നമ്മുടെ വീട്ടുമുറ്റത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും, നമ്മുടെ പൂച്ചക്കുട്ടനെയും കോഴിയെയും, പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിലെ സുന്ദരി റോസാപ്പൂക്കളെയൊക്കെ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. വെൽക്കം ഫ്രണ്ട്സ്. പൂച്ചക്കുട്ടൻ കോഴികളെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പതുങ്ങിപ്പോയി നിൽക്കുന്നതാണ് കേട്ടോ. ഒന്നും ചെയ്യില്ല, പക്ഷെ പേടിപ്പിക്കും കേട്ടോ. റോസാപ്പൂ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ്. കാണിച്ചു തരാം. കുറച്ച് നമ്മളിന്ന് വിളക്കിൽ വെക്കാനായിട്ട് എടുത്തു കേട്ടോ. അതും കഴിഞ്ഞതുണ്ട്. ഇവിടെ നിറയെ ഉണ്ട്, നിറയെ കണ്ടോ എൻ്റെ സുന്ദരി. ഇതിന് ഇന്നലെ ഞാൻ പിടിച്ച് ഷോട്ടാക്കിയായിരുന്നു. നിറയെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കടേ നിറയെ മുട്ടുകളൊക്കെ വന്ന് നിൽക്കും. ഇനി ഇതെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്തങ്ങ് വിടും. തേനീച്ചകൾ രാവിലെ തൊട്ട് വൈകുന്നേരം തേൻ കുടിച്ചുകൊണ്ട് ഇരിക്കുക. കണ്ടോ. ഇത് നല്ല നാടൻ റോസാപ്പൂക്കളാണ് കേട്ടോ. അത് നിറയെ ഉണ്ടാവും, മുട്ട നിറയെ ഉണ്ടാകുന്ന തരമാണ്. പിന്നെ വേറെ ബഡ് റോസൊക്കെ ഉണ്ട്. അതിന് ഇങ്ങനെ ബഞ്ച് പോലെ വന്നിട്ട് 5 മുട്ടുകളൊക്കെ ഉണ്ടാകും കേട്ടോ. അങ്ങനത്തെ മോഡലാണ്. പക്ഷേ ഈ നാടൻ പൂവാണെങ്കിൽ എപ്പോഴും പൂക്കളുണ്ടാകും കേട്ടോ. വെയിലിൻ്റെ ശക്തി കൊണ്ട് പൂക്കൾ ഉണ്ടാവാതിരിക്കുകയായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ വീണ്ടും ഒരു മഴയൊക്കെ പെയ്തപ്പോൾ എല്ലാം നല്ല സുന്ദരമായിട്ട് പൂത്തിട്ടുണ്ട് പൂക്കളെല്ലാം. അവർ വിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതേ വിരിഞ്ഞ് വരുന്നുണ്ട്. ഇതിപ്പോൾ സമയം ഒരുപാടായി, എന്നാലും എന്താ നിറയുണ്ട്. 4 മണികളൊക്കെ നിറയുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ ചന്തം. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വാടിക്കരിഞ്ഞു പോകും. അങ്ങനെ നിറയെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ അവിടെ പുഴു ഉണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ. അതായത് ആ മുരിങ്ങ മരത്തിൽ നിറച്ച് പുഴു വന്നിരുന്നേ. അതിനെല്ലാം ഞങ്ങൾ തുരത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അവിടെ ഉണ്ടോ ഒന്ന്. അല്ലെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ കയറുമല്ലോ, അതുകൊണ്ടേ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ. മുരിങ്ങയിലാണ് ഇവന്മാരുടെ കേന്ദ്രം കേട്ടോ. അങ്ങനെ ഇതൊക്കെ വാടി കുറേ പൂക്കളൊക്കെ പറിച്ചു കേട്ടോ. നമ്മൾ എന്താണ് തട്ടത്തിൽ വെക്കാനായിട്ടൊക്കെ പറിച്ചെടുത്ത് കുറച്ചൊക്കെ. ഇതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്ത് വിടണം. അങ്ങനെ നമ്മുടെ ഈ സുന്ദരികൾ ഇഷ്ടമായോ ഫ്രണ്ട്സ്? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇത് സാധാരണ നാടൻ റോസാണ് കേട്ടോ. വാവ്. പിന്നെ ഇത് നമ്മുടെ നീളമുള്ള ബഡ് റോസാണ് കേട്ടോ. ഇത് നീണ്ടതാ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ തുഞ്ചത്തൊരു പൂവുണ്ടാവും. ഒന്നല്ല ബഞ്ചായിട്ട് കേട്ടോ. അതെ, ഒന്നല്ല ബഞ്ചായിട്ട് കുറേ ഉണ്ടാവും. കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ പൂന്തോട്ടത്തിലെ വിശേഷങ്ങൾ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ സീ യു.